ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്ന് 1-2 ദിവസത്തിന് വീട്ടിലേക്ക് വരണത് തന്നെ എൻ്റെ എന്താ പറയുക പല്ല് ടൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം എനിക്കത് വലിയ താല്പര്യമൊന്നുമില്ല. ആകെ 2 ദിവസത്തിന് വന്നിട്ട് പല്ല് മുറിക്കാൻ പോകുന്നത്. എന്തായാലും ഇപ്രാവശ്യം ടൂർ പോകുന്നതിന് മുന്നേ 2 ടോപ്പ് സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് മിസ്സിൻ്റെ അടുത്ത് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടിയിട്ട് അതിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഒരു സ്മൂത്തി ജാറും കൂടി ഇങ്ങനെ സൂപ്പിട്ട് വാങ്ങിച്ചു. ഇനിയിപ്പോൾ നോമ്പൊക്കെ അല്ലേ വരുന്നേ. അപ്പം മറ്റേ നമ്മുടെ ഓട്സ് ഉണ്ടല്ലോ, ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഒരു മെറ്റീരിയൽ. പിന്നെ വന്നിട്ട് മറ്റേ ഗ്രീൻ കളർ, അത് രണ്ടും കൂടിയാണ്. അതപ്പം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പിറ്റേ ദിവസം ആദ്യത്തെ ഗ്രീൻ കളറാട്ടോ ഞാൻ ഇട്ട് പോയത്. എന്തായാലും ഞാൻ ഹോസ്റ്റലിലെത്തിക്കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. സാധാരണ ഞാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പത്തനംതിട്ട മഴയൊക്കെ ആയതുകൊണ്ട് കളക്ടർ പിറ്റേ ദിവസം അവധിയൊക്കെ തരുമായിരുന്നു. ഇപ്പോൾ എന്തായാലും നല്ല മെച്ചമുണ്ട്. എന്തായാലും വീട്ടിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ ഹോംലി ഫുഡിന് ഭയങ്കര ഒരു ക്രേവിങ്സ് ഒന്നും ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കൂടിയിരുന്ന് കഴിക്കാനൊരു രസമാണ്. അപ്പോൾ പിന്നെ അതൊക്കെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ ഹോസ്റ്റലിൽ പോയത്. എന്തായാലും ടൂർ പോകുന്നതിന് മുന്നേ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു. അതേപോലെ അനഘയായിരുന്നു എൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കൊന്ന് DTDC വരെ പോകാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് എന്താ പറയുക അന്നത്തെ പോക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റായിട്ട് തന്നെയാണ് ഞങ്ങൾ തിരിച്ച് വീണ്ടും ഹോസ്റ്റലിലേക്ക് എത്തിയത്. കാരണം ഇനി ഹോസ്റ്റലിൽ എത്തിയിട്ട് വീടെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണോ, ഹോസ്റ്റലിൽ എത്തിയിട്ട് വേണം പാക്ക് ചെയ്യാനൊക്കെ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാനൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണുണ്ട്. ഇതിപ്പം ടൂർ പോണതിൻ്റെ മുന്നേ ഡീപ്പ് ക്ലീൻ ചെയ്യാമെന്നല്ല, ഇത് ശരിക്കും നോമ്പിൻ്റെ മുന്നേ ഉള്ള വീഡിയോ ആണ്. അപ്പം ടൂർ പോണതിൻ്റെ മുന്നേ എനിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ട് വേണമായിരുന്നു പോകാൻ. അപ്പോൾ ഹോസ്റ്റൽ റൂമൊക്കെ വൃത്തിയാക്കി, അതേപോലെ എൻ്റെ പ്ലാന്റ്സിനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി, എൻ്റെ തട്ടിലുണ്ടായിരുന്ന ഡ്രസ്സുകളൊക്കെ കഴുകി മടക്കി വെച്ചിട്ട് പിന്നെയാണ് ഞാൻ പാക്ക് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം അത്യാവശ്യം സാധനങ്ങളൊക്കെ ഒന്ന് പാക്ക് ചെയ്ത്, പിന്നെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞങ്ങൾ മുന്നേ തന്നെ തീരുമാനിച്ചിരുന്നു കേട്ടോ. ഹോസ്റ്റലിലുള്ള ഏറ്റവും നല്ല മൊമെൻറ്റ്സ് ഈ ഒരു പിറ്റത്തെ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സൊക്കെ പ്ലാൻ ചെയ്യുന്നതാണ്. എന്തായാലും ഞാനും ദിയേച്ചിയും കൂടിയാണ് ഇത് പാക്ക് ചെയ്യാനൊക്കെ ഇരുന്നിരുന്നത്. പിന്നെ പേരൊട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഇൻസുലേഷൻ ടാപ്പ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ CD മാർക്കർ വെച്ചിട്ട് എഴുതുക ചെയ്ത്. കാരണം പ്ലെയിനിലാണല്ലോ പോണേ, എനിക്കെൻ്റെ ബാഗ് കണ്ടു കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് മനസ്സിലാവാറില്ല. അതുകൊണ്ട് എന്തായാലും രാവിലെ തന്നെ ഞാനും അമ്മയും കൂടിയും ഹോസ്റ്റലിൽ നിന്നും ഇറങ്ങി. നന്ദു ഇവിടെ PGക്കാണ് നിൽക്കുന്നത്, അപ്പോൾ അവിടെ നിന്നും ഇറങ്ങി കേട്ടോ. എന്തായാലും ഞങ്ങൾ ചെന്നപ്പോൾ എല്ലാവരും ഉണ്ട് അവിടെ. ഞങ്ങൾ മാത്രമേ അവിടെ നിന്ന് ഒരുങ്ങി നിൽക്കാണ്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും ഞങ്ങൾ ഒരുങ്ങി വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാവരും റെഡിയായി. ഇനി അടുത്ത വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.